നമസ്കാരം. പുതിയ KPCC പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിനും സംഘടനാ അഴിച്ചുപണിക്കുമായി ഹൈക്കമാൻഡ് ചർച്ചകൾ സജീവമാക്കുന്നു. ഈ സാഹചര്യത്തിൽ സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരും പടലപ്പിണക്കങ്ങളും അണപൊട്ടുന്നു. പാർട്ടി അധ്യക്ഷ പദവിയെ ചൊല്ലി AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മുഖ്യമന്ത്രി VD സതീശനും തമ്മിലുള്ള ഭിന്നത അതിരൂക്ഷമായ നിലയിലേക്ക് വഴിമാറിയെന്നാണ് പല മുതിർന്ന നേതാക്കളും പങ്കുവയ്ക്കുന്നത്. സ്വന്തം വിശ്വസ്തരെ അമരത്തെത്തിക്കാൻ ഇരു നേതാക്കളും കടുത്ത നിലപാടുകൾ ഉറപ്പിച്ചതോടെ പുതിയ KPCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് നെട്ടോട്ടം ഓടുകയാണ്. വിഷയം ചർച്ച ചെയ്യുന്നതിനായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയവരുമൊക്കെയായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ നിലവിലെ സംഘടനാ അസ്വാരസ്യങ്ങളും നേതാക്കൾക്കിടയിലെ കടുത്ത ഭിന്നതയും അതൊക്കെ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് കൈമാറുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. തുടർന്ന് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഒന്നൊന്നായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് സമവായത്തിന് ശ്രമിക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ നീക്കം. എന്നാൽ മുൻപ് എല്ലാ കൂടിയാലോചനകളിലും തീരുമാനങ്ങളിലും സജീവമായിരുന്ന രമേശ് ചെന്നിത്തല നിലവിലെ ഗ്രൂപ്പ് പോരിൽ നിന്ന് അകലം പാലിക്കുന്നത് ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കുന്നു. KC വേണുഗോപാലും VD സതീശനും തമ്മിലുള്ള അധികാര വടംവലിയിൽ പക്ഷം പിടിക്കാനില്ലെന്ന നിലപാടിലാണ് ചെന്നിത്തല. ഇരു വിഭാഗങ്ങളും തമ്മിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത അന്തരീക്ഷം നിലനിൽക്കുന്നതിനാൽ ചെന്നിത്തലയുടെ ഈ പിന്മാറ്റം അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ സമവായ സാധ്യതകളെ പൂർണ്ണമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിസഭയിൽ അംഗമായതോടെ പുതിയ പ്രസിഡന്റിനായുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത് അതുകൊണ്ടാണ്. എന്നാൽ ഭരണം കൈയാളുന്നതിനൊപ്പം പാർട്ടിയുടെ അമരത്വം സ്വന്തം ആളുകളെ പ്രതിഷ്ഠിക്കണമെന്ന സതീശൻ വിഭാഗത്തിന്റെ നീക്കങ്ങളെ KC വേണുഗോപാലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും തടയിടുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് OJ ജനീഷ് തുടങ്ങി പ്രമുഖരെല്ലാം ഭരണത്തിന്റെ പങ്കാളികളായതിനാൽ, അതായത് മന്ത്രിമാരായതിനാൽ ഒരു വ്യക്തിക്ക് ഒരു പദവി എന്ന തത്വം ഉയർത്തിപ്പിടിച്ച് എതിർപക്ഷത്തെ വെട്ടാനാണ് KC ഗ്രൂപ്പിന്റെ ശ്രമം. മന്ത്രിസ്ഥാനമോ ജനപ്രതിനിധി പദവിയോ ഇല്ലാത്ത മുഴുവൻ സമയ നേതാവ് KPCC അധ്യക്ഷനായി വരണമെന്ന വാദം KC വിഭാഗം ശക്തമാക്കിയിരിക്കുകയാണ്. മുൻ KPCC താൽക്കാലിക അധ്യക്ഷനായിരുന്ന ഇമാം ഹസൻ, പാർട്ടി വക്താവ് ജോസഫ് വാഴക്കൻ എന്നിവരുടെ പേരുകളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. സംഘടനയെ നയിക്കാൻ പരിചയസമ്പന്നരായ ഇത്തരം നേതാക്കൾ വരുന്നത് പാർട്ടിയെ സ്വന്തം കസ്റ്റഡിയിലാക്കാനുള്ള സതീശന്റെ നീക്കങ്ങൾക്ക് തടയിടുമെന്ന് വേണുഗോപാൽ വിഭാഗം കണക്കുകൂട്ടുന്നു. അതേസമയം സംഘടനാ തലത്തിൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകണമെന്നും തനിക്ക് പൂർണ്ണമായി വഴങ്ങുന്ന ഒരു വ്യക്തി അധ്യക്ഷനാകണമെന്നും VD സതീശൻ വാശി പിടിക്കുന്നു. MP സ്ഥാനത്തുള്ള ഷാഫി പറമ്പിലിനെയോ MLA ആയ മാത്യു കുഴൽനാടനെയോ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് സതീശൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. യുവാക്കളെ മുന്നിൽ നിർത്തി പ്രവർത്തനം ഊർജ്ജസ്വലമാക്കാമെന്ന ന്യായീകരണമാണ് സതീശൻ ഉന്നയിക്കുന്നതെങ്കിലും സ്വന്തം സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കമായാണ് എതിർവിഭാഗം ഇതിനെ കാണുന്നത്. ഇരുപക്ഷവും തമ്മിലുള്ള പോര് അതിരൂക്ഷമായതോടെ ദളിത് സമുദായ സമവാക്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുതിർന്ന MP കൊടിക്കുന്നിൽ സുരേഷിനെ അധ്യക്ഷനാക്കി പ്രശ്നം പരിഹരിക്കാമെന്ന ഒരു നിർദ്ദേശവും ഹൈക്കമാൻഡിന്റെ മുന്നിലുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന് സ്വീകാര്യനായ കൊടിക്കുന്നിലിനെ പാർട്ടിയുടെ അമരത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ ഇരു വിഭാഗങ്ങളുടെയും എതിർപ്പ് മറികടക്കാമെന്നാണ് AICC കണക്കുകൂട്ടുന്നത്. എന്നാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് MP-മാരെയോ അല്ലെങ്കിൽ MLA-മാരെയോ പരിഗണിക്കരുതെന്ന ഉറച്ച നിലപാടിലാണ് KC വേണുഗോപാൽ പക്ഷം. പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയവും വിനിയോഗിക്കാൻ കഴിയുന്ന നേതാവ് വേണമെന്ന തത്വം പറഞ്ഞ് ഷാഫിയുടെയും കുഴൽനാടൻ്റെയും വഴിയടയ്ക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഭരണം കയ്യിലിരിക്കുന്ന ജനപ്രതിനിധികളെ മാറ്റി നിർത്തേണ്ടതില്ലെന്ന വാദമുയർത്തി സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ സതീശന് പ്രതിരോധം തീർക്കുന്നുണ്ടെങ്കിലും ഭിന്നത പരിഹരിക്കപ്പെടാതെ കുഴയുകയാണ് നേതൃത്വം. ഡൽഹിയിൽ നടക്കുന്ന വരും ദിവസങ്ങളിലെ ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഒരു അഗ്നിപരീക്ഷയായിരിക്കും. KC വേണുഗോപാലും VD സതീശനും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ട് പോകാതിരിക്കുകയും ചെന്നിത്തല മാറി നിൽക്കുകയും ചെയ്യുന്ന
ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ അന്തിമ പ്രഖ്യാപനം വലിയ പൊട്ടിത്തെറികൾക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വരാനിരിക്കുന്ന നിർണായക രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് മുന്നോടിയായി KPCCയെ ശക്തിപ്പെടുത്തേണ്ടതിന് പകരം അധ്യക്ഷ കസേരയ്ക്കായി നേതാക്കൾ പരസ്യമായി പോരടിക്കുന്നത് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷത്തിനും നിരാശയ്ക്കും കാരണമായിട്ടുണ്ട്.